തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഇപ്പോൾ ചില ബൂത്തുകളിൽ ക്യൂവിലുള്ള വോട്ടർമാർ വോട്ട് ചെയ്ത് പൂർത്തിയാക്കുന്നതോടുകൂടി അവസാന പോളിംഗ് പെർസെൻറ്റേജ് അറിയാൻ കഴിയും. ഏകദേശം 8 മണിയോടുകൂടി ഫൈനൽ പോളിംഗ് പെർസെൻറ്റേജ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. പ്രതീക്ഷിക്കുന്നത് 75% പോളിംഗ് ഉണ്ടാകും എന്നാണ്. അവസാന കണക്ക് ലഭിച്ചാൽ മാത്രമേ കൃത്യമായ കണക്ക് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നാം ഘട്ടത്തിൽ 15,422 പോളിംഗ് സ്റ്റേഷൻസിലാണ് പോളിംഗ് നടന്നത്. അതിൽ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ 1-ാം പോളിംഗ് സ്റ്റേഷൻ, അത് മണ്ണഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ തെക്ക് ഭാഗം എന്നുള്ള പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് അവിടെ റീപോളിങ്ങിന് ഉത്തരവായിട്ടുണ്ട്. ആ റീപോളിംഗ് മറ്റന്നാൾ നടത്തും. രണ്ടാം ഘട്ടത്തിൽ മറ്റ് 7 ജില്ലകളിലെ പോളിംഗ് നടക്കുന്നതോടൊപ്പം ഈ പോളിംഗ് സ്റ്റേഷനിലെ റീപോളിംഗ് നടക്കുന്നതാണ്. അതൊഴിച്ചാൽ എല്ലാ മണ്ഡലങ്ങളിലെയും എല്ലാ പോളിംഗ് സ്റ്റേഷനിലെയും പോളിംഗ് സുഗമമായി നടന്നിട്ടുണ്ട്. കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ശാന്തമായ അന്തരീക്ഷത്തിൽ സമാധാനപൂർവമായിട്ടുള്ള ഒരു പോളിംഗ് ആണ് ഇന്ന് നടന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കേണ്ട 7 ജില്ലകളിലെ, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ മുഴുവൻ ജില്ലകളിലും പരസ്യ പ്രചാരണം സമാധാനപരമായി അവസാനിച്ചിട്ടുണ്ട്. ആ ജില്ലകളിലെല്ലാം നാളെ രാവിലെ 9 മണിയോടുകൂടി പോളിംഗ് സാധനങ്ങളുടെ വിതരണം ആരംഭിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ പോളിംഗ് പാർട്ടിയും എല്ലാ പോളിംഗ് സ്റ്റേഷനിലും എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ മറ്റന്നാൾ നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ആകെ പോളിംഗ് സ്റ്റേഷനുകൾ 18,274 ആകെ ഉള്ള പോളിംഗ് സ്റ്റേഷനുകൾ 18,279 അതിൽ ആന്തൂർ നഗരസഭയിലെ 5 വാർഡുകളിൽ എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അവിടുത്തെ 5 പോളിംഗ് സ്റ്റേഷനിൽ വോട്ടെടുപ്പ് ഉണ്ടാകില്ല. അതേസമയം മലപ്പുറത്ത് ഒരു പഞ്ചായത്ത് വാർഡിൽ ഒരു സ്ഥാനാർത്ഥി അന്തരിച്ചതിനെ തുടർന്ന് ആ ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാറ്റിയിട്ടുണ്ട്. അതേസമയം ആ വാർഡിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള പോളിംഗ് നടക്കും. അങ്ങനെയാണ് 18,279 പോളിംഗ് സ്റ്റേഷനിൽ 18,274 പോളിംഗ് സ്റ്റേഷനിലായിരിക്കും പോളിംഗ് ഉണ്ടാവുക. ആകെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലേക്കാണ് പോളിംഗ് നടക്കുന്നത്. ഈ രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന 7 വാർഡുകളിൽ ജില്ല തിരിച്ച് തൃശ്ശൂർ ജില്ലയിൽ 81 സെൻസിറ്റീവ് ബൂത്തുകളുടെ കാര്യമാണ് പറയുന്നത്. പാലക്കാട് 180, മലപ്പുറത്ത് 295, കോഴിക്കോട് 166, വയനാട് 189, കണ്ണൂർ 1025, കാസർഗോഡ് 119. ഇത്രയും സെൻസിറ്റീവ് പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. ആ പോളിംഗ് സ്റ്റേഷൻസിലെല്ലാം വെബ്കാസ്റ്റിംഗ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കുന്നതിനായിട്ട് ജില്ലാ തലത്തിൽ കൺട്രോൾ റൂമുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്ത് കൺട്രോൾ റൂമുണ്ട്. യഥാസമയം കൃത്യമായി ഓരോ പോളിംഗ് സ്റ്റേഷനിലും നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് വീക്ഷിക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ കമ്മീഷനും ജില്ലാ കളക്ടർക്കും
ആ പോളിംഗ് സ്റ്റേഷനിലെ കാര്യങ്ങൾ കാണുകയും അതനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് ഉള്ള സൗകര്യമാണ് കൺട്രോൾ റൂം വഴി ഏർപ്പെടുത്തിയിട്ടുള്ളത്.